ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എഴുതിയിരിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമാണ്. പക്ഷേ ജീവിതം മെച്ചപ്പെടുത്തുവാനുള്ള ശ്രമത്തിനിടയിൽ പലരും തങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉപേക്ഷിക്കുന്നു. കൂടാതെ സ്ത്രീകൾ പുരുഷന്മാരെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും നേരെമറിച്ച് പുരുഷന്മാർ സ്ത്രീകളെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പുരുഷ ഹൃദയത്തിലേക്കുള്ള ഒരു ആഴത്തിലുള്ള എത്തിനോട്ടം ഈ ബുക്ക് സാധ്യമാക്കുന്നുണ്ട്. ഓരോ മനുഷ്യന്റെയും ഹൃദയത്തോട് സംസാരിക്കുന്ന ഈ ബുക്ക് ഒരാൾ തന്റെ ജീവിതത്തോടുള്ള സമീപനം എങ്ങനെ ആകണമെന്ന് വിശദമാക്കുന്നു. ആരോഗ്യകരമായ ഒരു ജീവിതം മുൻപോട്ട് നയിക്കുവാൻ ഓരോ വ്യക്തിയെയും ഇത് സഹായിക്കുന്നു. നിങ്ങൾ നിങ്ങളെ സ്വയം എങ്ങനെ നോക്കിക്കാണുന്നുവെന്നും ജീവിതത്തെ പോസിറ്റീവായി കാണുവാനും നിങ്ങൾക്ക് പ്രചോദനം നൽകുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഈ ജീവിതം ഒരു വലിയ യാത്രയാണ്. നിങ്ങൾ ഏതു മതത്തിലോ ആയിക്കൊള്ളട്ടെ. പക്ഷേ നിങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങളോടൊപ്പം ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ ഓരോ സാഹചര്യങ്ങളോടുമുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, അവയെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിധം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഈ ബുക്കിൽ വിശദീകരിക്കുന്നുണ്ട്. എൽഡ്രിഡ്ജ് പറയുന്നത് പുരുഷന്മാർ ബോൾഡ് ആയിരിക്കണമെന്നും ദൈവവുമായുള്ള അഗാധമായ ബന്ധമാണ് ഒരാളെ ഒരു മികച്ച മനുഷ്യനാക്കി തീർക്കുന്നത്. അതുവഴി ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സുരക്ഷിതത്വം ഒരു മനുഷ്യന് തൃപ്തികരവും അർത്ഥവത്തായതുമായ ജീവിതത്തിന്റെ താക്കോലാണെന്നും വാദിക്കുന്നുണ്ട്. ഒരു പുരുഷൻ തന്റെ ജീവിതത്തിൽ നേടാൻ ആഗ്രഹിച്ചത് നേടുവാനുള്ള ഗൈഡ് ലൈൻസ് ആണ് ഈ ബുക്ക്. കൂടാതെ ഒരു പുരുഷൻ എന്താണെന്നും പുരുഷന്മാരെ കൂടുതൽ മനസ്സിലാക്കുവാനുള്ള ഒരു അവസരം സ്ത്രീകൾക്ക് ഒരുക്കുകയുമാണ് ഈ ബുക്ക് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ബൈബിളിലെ വേദവാക്യങ്ങൾ വിലയിരുത്തി അതിൽ നിന്നും ഇന്നത്തെ മോഡേൺ ലൈഫിന് വേണ്ട പാഠങ്ങളെ വേർതിരിച്ചെടുത്ത് അവ മനുഷ്യജീവിതത്തിൽ എത്രത്തോളം പ്രാവർത്തികമാക്കാമെന്ന് വിലയിരുത്തുന്ന ഈ ബുക്ക് ഒരു അത്ഭുതകരമായ വായന അനുഭവമാണ് നൽകുന്നത്. യുദ്ധം ചെയ്യുവാനുള്ള ആഗ്രഹം, ജീവിക്കുവാനുള്ള സാഹസികത, രക്ഷയുടെ സൗന്ദര്യം എന്നിവയാണ് പുരുഷന്മാർ ഏറ്റവും കൂടുതലായി ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങളെന്ന് എൽഡ്രിഡ്ജ് പറയുന്നു. യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ ആക്രമണം എന്നത് പുരുഷ രൂപകൽപ്പനയുടെ ഭാഗമാണെന്നും പുരുഷന്മാർ അതിനായി കഠിനമായി പരിശ്രമിക്കുന്നവരുമാണെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. യഹോവ ഒരു യോദ്ധാവാണെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ചെറിയ ആൺകുട്ടികളാണെങ്കിൽ പോലും കളിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ആക്രമിക്കുവാൻ അവർ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അത് ചിലപ്പോൾ ഒരു വ്യക്തിയാകാം, അല്ലെങ്കിൽ പന്ത് പോലെയുള്ള എന്തെങ്കിലും ഒരു വസ്തുവിനെ തന്നെ ആകാം. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ സിനിമയുടെ കാര്യം തന്നെ എടുത്താൽ അതിൽ പ്രധാന കഥാപാത്രം അല്ലെങ്കിൽ നായകൻ മറ്റൊരാളോട് പോരാടേണ്ടതുണ്ട്. മിക്കവാറുമുള്ള എല്ലാ പ്രശസ്ത സിനിമകളിലും അതങ്ങനെ തന്നെയാണ്. സാഹസികമായി എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ സാഹസികതയെ അതിജീവിക്കണം. അത് സ്വന്തം ജീവിതത്തിൽ നായകനാകുന്നതിന്റെ ഭാഗമാണ്. സിനിമകളുടെ കാര്യം വീണ്ടും എടുക്കുകയാണെങ്കിൽ ഓരോ ചിത്രങ്ങളിലും പ്രധാന കഥാപാത്രം ഓരോ സാഹസികതയിലായിരിക്കും. അതിനുശേഷം അവയെ കീഴടക്കുകയും ചെയ്യും. മനുഷ്യജീവിതവും യഥാർത്ഥത്തിൽ ഇതുപോലെ തന്നെയാണ്. അടുത്തത് രക്ഷിക്കാൻ ഒരു സുന്ദരിയെ കണ്ടെത്തുക എന്നതാണ് ഒരു മനുഷ്യന്റെ അവസാന ആഗ്രഹം. റോമിയോയ്ക്ക് ജൂലിയറ്റിനെ പോലെ, റോബിൻ ഹുഡിന് മെയ്ഡ് മാരിയൻ പോലെ ഓരോ പുരുഷനും കൂട്ടായി ഒരു സ്ത്രീ വേണം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും രക്ഷകനാകുന്ന ഒരു നായകനെയാണ് ആവശ്യം. അങ്ങനെ ഒരു രക്ഷകനാകാനാണ് ഓരോ പുരുഷനും ആഗ്രഹിക്കുന്നത്. രക്ഷയിലൂടെ ദൈവം ഹൃദയത്തെ നല്ലതായിരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എൽഡ്രിഡ്ജ് പറയുന്നു. ഭൂമിയിലെ ജീവികളിൽ ഏറ്റവും കൂടുതൽ മസ്തിഷ്ക വികാസം പ്രാപിച്ചതും വിവേചന ബുദ്ധിയുള്ളതുമായ ഏക ജീവി മനുഷ്യൻ മാത്രമാണ്. മാനസികവും സാംസ്കാരികവുമായ പുരോഗതി പ്രാപിച്ച മനുഷ്യൻ ഇന്ന് ഭൂമിയിലുള്ള മറ്റേതൊരു ജീവജാലത്തെക്കാളും മാനസിക വളർച്ച കൈവരിച്ചിരിക്കുന്നു. ഭൂമിക്ക് പുറത്ത് ശൂന്യാകാശത്തിലും ചന്ദ്രനിലും വരെ മനുഷ്യൻ തന്റെ സാന്നിധ്യം അറിയിച്ചിരിക്കുന്നു. ഭാഷ ഉപയോഗിച്ച് ആശയവിനിമയം ചെയ്യുന്ന ഏക ജീവിയും മനുഷ്യനാണ്. ബൈബിൾ പ്രകാരം പറയുകയാണെങ്കിൽ ദൈവം ആകാശവും ഭൂമിയും ആദ്യം സൃഷ്ടിച്ചു. ദൈവം മഴ സൃഷ്ടിച്ചില്ല, കാരണം ഭൂമിയിൽ ചെടികളും മരങ്ങളും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അവയെ പരിപാലിക്കാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്നും സൃഷ്ടിച്ചു. അവന് ശ്വാസം നൽകി, മനുഷ്യന് ജീവൻ വച്ചു. അതിനുശേഷം ദൈവം ഒരു ഏദൻ തോട്ടം മനുഷ്യന് നിർമ്മിച്ചു നൽകി. ആദം എന്നായിരുന്നു ദൈവം സൃഷ്ടിച്ച ആ മനുഷ്യന്റെ പേര്. ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടതിന് ശേഷം ആദമിൽ നിന്നും ജന്മമെടുത്ത ആൺകുട്ടികൾ ഒന്നും തന്നെ വീടിനകത്ത് ഒതുങ്ങിക്കൂടുവാൻ തയ്യാറായില്ല. പുതിയ മേച്ചിൽപ്പുറങ്ങൾ അവർ തേടിക്കൊണ്ടിരുന്നു. പുരുഷ ജന്മം സാഫല്യമാകണമെങ്കിൽ അവർ ആഗ്രഹിച്ചത് നേടിയെടുക്കണം. പുരുഷ പ്രകൃതിയും അതാണ്. സാഹസികത എന്നും പുരുഷന്മാർ ഇഷ്ടപ്പെട്ടിരുന്നു. ജീവിതത്തിലെ ഓരോ വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളും മുന്നേറി ധൈര്യത്തോടെ അവയെ നേരിടുമ്പോഴാണ് ഒരു പുരുഷ ജന്മം അർത്ഥവത്തായി തീരുന്നതെന്ന് എൽഡ്രിഡ്ജ് പറയുന്നു.
സാഹസികത, ആപത്ത് തുടങ്ങിയവ എല്ലാം തന്നെ ഒരു പുരുഷന്റെ ജീവിതത്തിലെ പ്രധാന ഘടകങ്ങളാണ്. ഒരുപാട് വീരനായകന്മാരെക്കുറിച്ച് പറയുന്നുമുണ്ട്. അവരെല്ലാവരും തന്നെ പലതരം കടമ്പകൾ കടന്നവരുമാണ്. ഒരു വ്യക്തി താൻ ആരാണെന്നും തന്നെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചുവെന്നും സ്വയം ചോദിക്കണം. നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടണമെങ്കിൽ പുറം ലോകവുമായുള്ള അടുത്ത സമ്പർക്കം അത്യാവശ്യമാണ്. 4 ചുവരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ നിങ്ങൾക്കാവില്ല. ഒരു മനുഷ്യൻ ആരാണെന്നും എവിടെ നിന്ന് എന്തിനു വന്നു എന്നും അറിയണമെങ്കിൽ മനുഷ്യനെ തേടിയുള്ള യാത്ര മനുഷ്യൻ തന്നെ തുടങ്ങണം. മനുഷ്യന്റെ ജീവിതം ഒരുപാട് മാറിയിരിക്കുന്നു. കാലം മാറുന്നതിനനുസരിച്ച് മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളിലും മാറ്റം വന്നിരിക്കുന്നു. മനുഷ്യന്റെ മനസ്സ് മാറി, ചിന്താഗതികൾ മാറി. ടെക്നോളജിയുടെ വളർച്ച മുഖാന്തരം മനുഷ്യനും മണ്ണും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചിരിക്കുന്നു. മനുഷ്യന് മണ്ണിനെ അറിയില്ല, പ്രകൃതിയെ അറിയില്ല. 4 ചുവരുകൾക്കുള്ളിൽ കമ്പ്യൂട്ടറിന് മുന്നിൽ ഒതുങ്ങിക്കൂടിയ ചെറിയ ജീവിതം. അതാണിപ്പോൾ മനുഷ്യജീവിതം. മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ എവിടെയോ കുടുങ്ങിക്കിടക്കുന്ന ആത്മാവിനെ തേടിയുള്ള യാത്രയാണ് എൽഡ്രിഡ്ജിന്റെ ഈ ബുക്ക്. കമ്പ്യൂട്ടറിന് മുന്നിലുള്ള നീണ്ട മണിക്കൂറുകൾ, ഫോൺ കോളുകൾ, മീറ്റിംഗുകൾ. ഇന്നത്തെ ബിസിനസ് ലോകത്തിന്റെ കാലത്ത് മനുഷ്യജീവിതം ഈ പറഞ്ഞ കാര്യങ്ങളുമായി തിരക്കിലാണ്. കോർപ്പറേറ്റ് നയങ്ങളും നടപടിക്രമങ്ങളും വാർത്തെടുത്ത ഒരു ലോകത്തിൽ ഒരു റോബോട്ടിനെ പോലെ പണിയെടുക്കുന്ന മനുഷ്യൻ. ഒരു വ്യക്തിയെ ചങ്ങലക്കിട്ട് പണിയെടുക്കുന്നത് പോലെ തോന്നിപ്പിക്കും അത്. പക്ഷേ വിശ്വസിക്കുക, ഇതാണ് ഇന്നത്തെ ലോകം. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ആത്മാവ് ചങ്ങലയിടാൻ വിസമ്മതിക്കുന്നു. അതിന് സമയം എന്തെന്നറിയില്ല, ലാഭനഷ്ട കണക്കുകൾ അറിയില്ല, ബിസിനസ് അറിയില്ല. സ്വാതന്ത്ര്യമെന്ന വികാരമാണ് ആത്മാവ് തേടിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ ഒരു യന്ത്രമല്ല. മനുഷ്യൻ ജീവിതത്തിൽ മണ്ണിന്റെ താളം അനുഭവിക്കണം. അത് യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടണം. ഒരു മനുഷ്യന് തന്റെ നഖങ്ങളിൽ ഒട്ടും അഴുക്ക് കയറാതെ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ പറ്റുമോ? ഒരാൺകുട്ടി സ്വപ്നം കാണുന്നത് ഇതൊന്നുമല്ല. എഴുത്തുകാരനായ D.H. ലോറൻസിന്റെ വാക്കുകളാണിത്. ഇന്നത്തെ സമൂഹം മനുഷ്യ മനസ്സിനെ ചിട്ടപ്പെടുത്തുവാൻ പ്രാപ്തമല്ലെന്ന് എൽഡ്രിഡ്ജ് പറയുന്നു. സാഹസികത ഇഷ്ടപ്പെടുന്ന പുരുഷ സമൂഹമല്ല ഇന്നുള്ളത്. ഉള്ളിൽ നിറയെ ഭയവുമായി ജീവിക്കുന്നവരാണവർ. ഒരു മുറിക്കുള്ളിൽ അകപ്പെട്ട ജീവിതം നയിക്കുകയാണെങ്കിൽ ശരിക്കും യഥാർത്ഥ പുരുഷനെവിടെ? ഒരുപാട് ചുമതലകൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതും ഈ ഭൂമി അവനായി നൽകിയതും. പക്ഷേ പ്രശ്നമെന്താണെന്ന് വെച്ചാൽ വാഗ്ദാനങ്ങൾ വേണ്ട വിധം പാലിക്കുവാൻ മനുഷ്യന് കഴിഞ്ഞില്ല. ആത്മീയ കാര്യങ്ങളെപ്പറ്റി അറിയില്ല. ആത്മീയ നേതാവാകുവാൻ കഴിയുന്നില്ല. കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവിടാൻ കഴിയുന്നില്ല. ഭാര്യയോട് സംസാരിക്കുന്നില്ല. കുട്ടികളോട് സംസാരിക്കുന്നില്ല. ഒന്നിനും സമയം കണ്ടെത്താനാകുന്നില്ല അവന്. പക്ഷേ തീവ്രമായി പരിശ്രമിച്ചാൽ ഇവയെല്ലാം മറികടക്കാം. നന്മയുടെ ഉച്ചകോടിയിൽ ഒരു വ്യക്തിക്ക് എത്തണമെങ്കിൽ കഠിനമായി പരിശ്രമിക്കണം. ഒരു മനുഷ്യന്റെ വ്യക്തിത്വ രൂപീകരണം നടക്കുന്നത് കുട്ടിക്കാലം മുതലാണ്. അപ്പോൾ ഒരു നല്ല കുട്ടിയെന്ന് മറ്റുള്ളവർ പറയണമെങ്കിൽ ആ കുട്ടി ലഹരിക്ക് അടിമയാകരുത്, കള്ളസത്യം പറയരുത്, ചെയ്യരുത്. ഇതാണ് യഥാർത്ഥത്തിൽ ശരിക്കും പുരുഷലക്ഷണം. കുട്ടിക്കാലത്ത് ഒരു വ്യക്തിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരിക്കും. പക്ഷേ ബാല്യകാലത്തെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ ഒരു നല്ല കുട്ടിയായിരിക്കുവാൻ എപ്പോഴെങ്കിലും നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ എന്ന് എൽഡ്രിഡ്ജ് ചോദിക്കുന്നു. എൽഡ്രിഡ്ജ് തന്റെ അനുഭവം വിവരിക്കുന്നു. അടുത്തിടെ അദ്ദേഹം ഒരു പള്ളിയിൽ ധ്യാനത്തിന് പോയി. അവിടെ വെച്ച് 50 വയസ്സിനടുത്തുള്ള ഒരു വ്യക്തി തന്റെ പുരുഷനിലേക്കുള്ള യാത്രയെപ്പറ്റി സംസാരിക്കുകയുണ്ടായി. ബൈബിളിൽ പറയുന്ന പ്രകാരം ഒരു നല്ല ശമരിയാക്കാരനാകാൻ അദ്ദേഹം കഴിഞ്ഞ 20 വർഷക്കാലമായി പരിശ്രമിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കും ഒരു സംശയമുണ്ടാകാം, ആരാണ് ഈ നല്ല ശമരിയാക്കാരൻ? വഴിയരികിൽ ക്ഷീണിതനായി തളർന്നു കിടന്ന ഒരു വ്യക്തിയെ പലരും കണ്ടിട്ടും കാണാതെ അദ്ദേഹത്തെ സഹായിക്കാതെ കടന്നുകളഞ്ഞു. പക്ഷേ അതുവഴി പോയ ഒരു വ്യക്തി അദ്ദേഹത്തെ എടുത്ത് അടുത്തുള്ള ഒരു സത്രത്തിൽ കൊണ്ടുചെന്നാക്കി ശുശ്രൂഷിച്ച് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അയാളാണ് ഇപ്പോൾ പറഞ്ഞ ആ നല്ല ശമരിയാക്കാരൻ. പള്ളിയിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്ന ആ 50 വയസ്സുകാരനോട് വളരെ കൗതുകത്തോടെ എൽഡ്രിഡ്ജ് ചോദിച്ചു, എന്താണ് നല്ല ശമരിയാക്കാരൻ? അപ്പോൾ അയാൾ പറഞ്ഞു, സേവകൻ. അതെ, മറ്റുള്ളവരെ സഹായിക്കുവാൻ മനസ്സ് കാണിച്ച ആ വ്യക്തി ശരിക്കും സേവകനാണ്. നല്ലൊരു പുരുഷത്വത്തിന്റെ ഉദാഹരണമാണ് ഇവിടെ കണ്ടത്. ശരിക്കും നന്മയുള്ള പുരുഷന്മാരും ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. പക്ഷേ തിരിച്ചറിയപ്പെടുന്നില്ല. സ്ത്രീകൾക്ക് വേണ്ടത് എപ്പോഴും സമയം ചെലവിടുന്ന പുരുഷന്മാരെയാണ്. ജീവിതത്തിന്റെ ബാക്കി കാര്യങ്ങളൊന്നും അവർക്കറിയണമെന്നില്ല. പള്ളികൾക്ക് വേണ്ടത് വളരെ മെരുങ്ങിയ ആളുകളെയാണ്. അവരെ വൈദികൻ എന്ന് വിളിക്കാം. സർവകലാശാലകൾക്ക് വേണ്ടത് വളരെ ഇണങ്ങിയ വ്യക്തികളെയാണ്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടത് ബുദ്ധിജീവികളെയാണ്, റോബോട്ടുകളെപ്പോലെ പണിയെടുക്കുന്നവരെ. ഇങ്ങനെ ഒരു മുറിവേറ്റ ഹൃദയവുമായി പുരുഷൻ അലയുകയാണ്. മുറിവേറ്റ ഒരു മൃഗം കവചം തേടി അലയുന്നത് പോലെയാണ് ഒരു പുരുഷന്റെ അവസ്ഥയും. സ്ത്രീകൾക്ക് ഇതറിയാമെങ്കിൽ പോലും പുരുഷന്മാരുടെ ഹൃദയത്തിൽ ഇടമില്ലെന്ന് പറഞ്ഞ് വിലപിക്കുന്നു. ചിലപ്പോൾ പുരുഷ ഹൃദയം കഠിനമാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാവാം.
പക്ഷേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് നന്മയുടെ വിത്ത് ഈ ലോകമെമ്പാടും വിതയ്ക്കാനാണ്. ദൈവം പുരുഷഹൃദയം സൃഷ്ടിച്ചതിന് ശേഷം ഒരു ക്ഷണക്കത്ത് മനുഷ്യന് നൽകി. ദൈവം ഉപദേശിച്ച പ്രകാരം ഈ ലോകത്ത് ജീവിക്കുവാൻ മനുഷ്യനോട് പറഞ്ഞു. പ്രകൃതിയുമായി സംഘട്ടനം ഒഴിവാക്കി അവയുമായി ഇണങ്ങി ജീവിക്കുക. ദൈവം തന്റെ സ്വന്തം ഛായയിൽ സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ചുവെന്നാണ് ബൈബിളിൽ പറയുന്നത്. അതിൽ പുരുഷൻ എന്ന വാക്കിൽ ചില അർത്ഥങ്ങൾ ദൈവം കണ്ടിരുന്നുവെന്ന് എൽറിച്ച് പറയുന്നു. ഒരു നല്ല മനുഷ്യനാകാൻ എന്തൊക്കെ പ്രത്യേകതകൾ ഒരു പുരുഷനുണ്ടാവണം? ഒരു പുരുഷന്റെ കഠിന ഹൃദയത്തിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നത്? ഹൃദയത്തിന്റെ യാത്ര എവിടേക്കാണ്? തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഓരോരുത്തരും സ്വയം കണ്ടെത്തണം. അടുത്തതായി സ്ത്രീ ഹൃദയത്തെപ്പറ്റി എൽറിച്ച് പറയുന്നത് എന്താണെന്ന് നോക്കാം. സ്ത്രീ ഹൃദയത്തിൽ പ്രധാനമായും 3 ആഗ്രഹങ്ങളാണുള്ളത്. പുരുഷന്മാരിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് സ്ത്രീകളുടെ ആഗ്രഹങ്ങൾ. എല്ലാ വനിതകളും യുദ്ധം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ തനിക്ക് വേണ്ടി യുദ്ധം ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു. സ്ത്രീ ഹൃദയത്തിലെ ആവശ്യങ്ങൾ പരിഗണിക്കുക. എല്ലാവരും ശ്രദ്ധിക്കപ്പെടാൻ സ്ത്രീ ആഗ്രഹിക്കുന്നു. തന്നെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന തോന്നൽ എല്ലാവരിലും വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുന്നു. തന്നെ പിന്തുടരണമെന്ന് സ്ത്രീ ആഗ്രഹിക്കുന്നു. 30 വയസ്സുള്ള എൽറിജിന്റെ ഒരു പെൺസുഹൃത്ത് തനിക്ക് എല്ലാവരിൽ നിന്നും മുൻഗണന കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. ചെറുപ്പകാലത്ത് താൻ സ്വപ്നം കണ്ടിരുന്ന വീരനായകൻ തന്നെ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ സ്ത്രീകൾക്കും വീരകഥകളാണിഷ്ടം. സിനിമകളിൽ കാണുന്നത് പോലെ നായികയെ രക്ഷപ്പെടുത്തി അതിസാഹസികമായി കൊണ്ടുപോകുന്ന നായകന്മാരെയാണ് സ്ത്രീകൾക്കിഷ്ടം. മിക്ക സ്ത്രീകളും ചെറുപ്രായത്തിലെ സൗന്ദര്യവതികളായിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ പെൺകുട്ടികൾ അതിനുവേണ്ടി ചെയ്യാറുമുണ്ട്. ഭംഗിയുള്ള പാവാടയും ഉടുപ്പുകളുമൊക്കെ ഇട്ട് നൃത്തം ചെയ്യാറുണ്ട്, പാട്ടുപാടാറുണ്ട്. കൂടാതെ ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിക്കുവാനും കൊച്ചു പെൺകുട്ടികൾ ശ്രമിക്കാറുണ്ട്. എല്ലാ പെൺകുട്ടികളും ഇത്തരത്തിലുള്ള ചെറിയ സന്തോഷങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. ഇത് ശരിക്കും പുരുഷന്മാരിൽ നിന്നും വളരെയധികം വ്യത്യസ്തവുമാണ്. സ്ത്രീകളുടെ സ്വഭാവം, സംസാരശൈലി, പെരുമാറ്റം തുടങ്ങിയവയെല്ലാം തന്നെ പുരുഷന്മാരിൽ നിന്നും വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഒരു മനുഷ്യൻ തന്റെ ഹൃദയത്തിന്റെ വീണ്ടെടുപ്പിനായും ആത്മാവിന്റെ സ്വതന്ത്രമായ മോചനത്തിനെയും പറ്റി ചിന്തിക്കണം. ഒരു മനുഷ്യൻ എന്ന നിലയിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ അറിയണം. സ്ത്രീകളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ യോഗ്യമായ ഒരു ജീവിതം കണ്ടെത്താൻ പോകുന്നുവെന്ന് സാരം. പ്രധാനമായും 3 തരം ആഗ്രഹങ്ങളാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. 1. യുദ്ധം ചെയ്യാനുള്ള ആഗ്രഹം. 2. ജീവിക്കാനുള്ള സാഹസികത. 3. രക്ഷയുടെ സൗന്ദര്യം. യുദ്ധം ചെയ്യുക എന്നത് ഒരു മനുഷ്യന്റെ രൂപകൽപ്പനയുടെ ഭാഗമാണെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. ഒരു മനുഷ്യൻ ഒരു യോദ്ധാവ് കൂടിയായിരിക്കണം. കുട്ടിക്കാലം മുതൽ തന്നെ കുട്ടികളെ ധൈര്യശാലികളായും ധീരന്മാരായും വളർത്തണം. ഓരോരുത്തർക്കും ശക്തിയും ബലവുമുണ്ടെന്ന് പറഞ്ഞ് പഠിപ്പിക്കണം. എൽറിഡ്ജ് ഒരു കുട്ടിയായിരിക്കുമ്പോൾ ഒരു ക്രിസ്മസ് ദിനത്തിൽ രാവിലെ അദ്ദേഹത്തിന് കുറച്ച് സമ്മാനങ്ങൾ കിട്ടി. അതിലുണ്ടായിരുന്നത് കുറച്ച് തോക്കുകളും കുതിരക്കാരന്റെ കറുത്ത തോലുടുപ്പും ചുവന്ന ഷർട്ടിൽ കാട്ടുകുതിരകളുടെ ചിത്രം 2 വശങ്ങളിലും പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കറുത്ത ഷൂസും വൈക്കോൽ തൊപ്പിയും അതിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇത് അദ്ദേഹം സൂക്ഷിച്ചു വയ്ക്കുകയാണുണ്ടായത്. വെറുമൊരു വസ്ത്രമായി മാത്രമല്ല അദ്ദേഹം ഇതിനെ കണ്ടത്, ഒരു വ്യക്തിത്വമായി അതിനെ കണക്കാക്കി. ബാല്യത്തിൽ തന്നെ കുട്ടികൾ ശക്തിശാലികളാണെന്നും അപകടകാരികളാണെന്നും തങ്ങളെ സൂക്ഷിക്കണമെന്നും മറ്റുള്ളവരെ അറിയിക്കുവാൻ തൊപ്പികളും വാളുകളും ആടയാഭരണങ്ങളും എൽറിഡ്ജ് കുട്ടിക്കാലത്ത് അണിഞ്ഞിരുന്നു. തോക്കുകൾ ഉപയോഗിച്ച് കളിക്കുന്നതിന് മിക്ക മാതാപിതാക്കളും കുട്ടികളെ വഴക്ക് പറയുകയും അവരെ അതിൽ നിന്നും വിലക്കുകയും ചെയ്യും. എന്നിട്ടും അവർ അത് ചെയ്യുന്നതിൽ നിന്നും പിൻവാങ്ങുന്നില്ല. കുട്ടികൾ ആയുധങ്ങൾ എടുക്കുന്നത് വിലക്കിയാൽ അവർ ഉള്ള സാമഗ്രികൾ കൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കും. എൽറിഡ്ജ് അദ്ദേഹത്തിന്റെ സ്വന്തം മക്കളുടെ കാര്യമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ആൺകുട്ടികളായതുകൊണ്ട് തന്നെ അവർ എപ്പോഴും ഓരോ കാര്യങ്ങളിലും എൻഗേജ്ഡ് ആയിരിക്കും. ഭ്രമണം എന്നത് ആണിന്റെ ജന്മവാസനയാണെന്ന് എൽറിഡ്ജ് പറയുന്നു. അവരെ അപ്രകാരം കഠിനപ്പെടുത്തിയിരിക്കുന്നു. ദൈവം മനുഷ്യനെ അഥവാ പുരുഷനെ ദൈവത്തിന്റെ ഛായയിൽ ജനനം കൊടുത്തുവെങ്കിൽ നാം ഓർക്കേണ്ടത് അവനൊരു യോദ്ധാവാണെന്നാണ്. ആളുകളെ അപായപ്പെടുത്തുന്ന കളികളൊന്നും പെൺകുട്ടികൾ കളിക്കാറില്ല. അവർ വളരെ ശാന്ത സ്വഭാവക്കാരാണ്. ആയുധങ്ങളും അക്രമങ്ങളും അവർ ഇഷ്ടപ്പെടുന്നില്ല. സമാധാനമാണ് അവർ എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. അതിനാൽ തന്നെ കമ്പുകളും മറ്റും വെച്ച് ആയുധങ്ങൾ ഉണ്ടാക്കി കളിക്കുന്ന സ്വഭാവവും അവർക്കില്ല. ആൺകുട്ടികൾ നേരെ മറിച്ചാണ്. ഒരു ചായ സൽക്കാരത്തിൽ പോലും അടങ്ങിയിരിക്കുന്നവരല്ല ആൺകുട്ടികൾ. അവർ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. വാശിയേറിയ മത്സരങ്ങളാണ് അവർക്ക് കൂടുതലും ഇഷ്ടം. അങ്ങനെയുള്ള മത്സരങ്ങളിൽ അവർ കൂടുതൽ ശ്രദ്ധ ചെലുത്തുമ്പോൾ ജീവിതത്തെയും മത്സരബുദ്ധിയോടെ കാണുവാൻ അവർക്ക് പ്രചോദനമാകുന്നു. അവർ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നു. ജീവിതമെന്നാൽ എപ്പോഴും ഉഗ്ര സംഘട്ടനങ്ങൾ നിറഞ്ഞതായിരിക്കണമെന്നാണ് ഒരു പുരുഷന്റെ ആഗ്രഹം. ജീവിതത്തിൽ പുരുഷൻ നേരിടുന്ന മുറിവുകൾ ഉണങ്ങണമെങ്കിൽ അയാൾ ഒരു കഠിന ഹൃദയമുള്ള വ്യക്തിയായിരിക്കണം. സാഹസികത ഇഷ്ടപ്പെടുന്ന പുരുഷൻ മറ്റുള്ളവരുടെ മുൻപിൽ താൻ എപ്പോഴും ഒരു ഹീറോ ആകുവാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള അവസരങ്ങൾക്കായി കാത്തിരിക്കുന്നു. എപ്പോഴും ഉള്ളിൽ ആ അഭിനിവേശം കെട്ടടങ്ങാതെ തന്നെ ഉണ്ടാവുകയും ചെയ്യും.
സിനിമകളുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ പോലും പല വിഖ്യാത ചിത്രങ്ങളും നിർമ്മിക്കപ്പെട്ടത് പുരുഷന്മാർ കാരണമാണ്. സാഹസിക സിനിമകൾ കൂടുതൽ കാണാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. ചെറിയ ആൺകുട്ടികൾ പോലും സിനിമകളിൽ ഫൈറ്റ് സീനുകൾ ഇഷ്ടപ്പെടുന്നു. പക്ഷെ പെൺകുട്ടികളോ പാട്ടുകളും നൃത്ത പരിപാടികളും ഒക്കെ ഇഷ്ടപ്പെടുന്നു. ഇതൊക്കെ പ്രകൃതിദത്തമായി കിട്ടിയ കാര്യങ്ങളാണ്. ടോപ്പ് ഗൺ, ഗ്ലാഡിയേറ്റർ, ഡൈഹാർഡ് തുടങ്ങിയ സാഹസിക സിനിമകൾ കൂടുതലും ഇഷ്ടപ്പെടുന്നത് പുരുഷന്മാരാണ്. അടുത്തതാണ് ജീവിക്കാനുള്ള സാഹസികത. ജീവിതമെന്നത് പുരുഷന്മാരെ സംബന്ധിച്ച് ഒരു വലിയ സാഹസികത തന്നെയാണ്. ഉത്തരവാദിത്തങ്ങളുടെ ഒരു വലിയ കൂമ്പാരമാണ് അവർക്കുള്ളത്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളും വെല്ലുവിളികളും ആത്മധൈര്യത്തോടെ നേരിടുവാനുള്ള കരുത്ത് അവർക്കുണ്ടാകണം. സാഹസികതകൾ നിറഞ്ഞ പല അവസരങ്ങളും ഒരു പുരുഷന്റെ ജീവിതത്തിലുണ്ടാകാം. അത് പല സാഹചര്യങ്ങളിലാവാം. ചിലപ്പോൾ ജോലി ചെയ്യുന്ന ഓഫീസിലായിരിക്കാം, ചിലപ്പോൾ യാത്രകളിലായിരിക്കാം. ഇവയൊക്കെ പുരുഷന്മാർ ഇഷ്ടപ്പെടുന്നതിനോടൊപ്പം തന്നെ തങ്ങളുടെ സാഹസിക കഥകൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാനും അവർ താൽപ്പര്യപ്പെടുന്നു. ഒരിക്കൽ എൽഡ്രിഡ്ജിന്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തെ ഒരു കോൺഫറൻസിന് കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ വെച്ച് ആ സുഹൃത്ത് അദ്ദേഹത്തിന്റെ സാഹസിക കഥകൾ വിവരിക്കുകയും ചെയ്തു. തനിക്ക് കടൽ യാത്രകൾ ഒരുപാട് ഇഷ്ടമാണെന്നും സ്വന്തമായി ഒരു ബോട്ട് നിർമ്മിച്ചതും അതുമായി കടലിലിറങ്ങിയപ്പോൾ ബോട്ട് മുങ്ങാൻ പോയപ്പോൾ സാഹസികമായി രക്ഷപ്പെട്ടതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ എൽഡ്രിഡ്ജിനോട് വിവരിക്കുകയുണ്ടായി. തന്റെ പഴയ വീരസാഹസിക കഥകൾ പറയുമ്പോഴൊക്കെ സുഹൃത്തിന്റെ കണ്ണിൽ ഒരു മിന്നിത്തിളക്കമുണ്ടായത് എൽഡ്രിഡ്ജ് ശ്രദ്ധിച്ചിരുന്നു. എല്ലാ പുരുഷന്മാരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. സാഹസികത പുരുഷന്റെ ഹൃദയത്തിൽ എഴുതി വച്ചിരിക്കുന്നതാണ്. ഒരു മനുഷ്യന് തന്റെ ആഗ്രഹങ്ങൾ ഇല്ലാതായാൽ, ചെയ്യുന്ന പ്രവൃത്തിയിൽ ലക്ഷ്യബോധമില്ലാതായാൽ തീർച്ചയായും അയാൾ പരാജയപ്പെടും. എല്ലാ പുരുഷന്മാരും അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. ജീവിതത്തിൽ മികച്ച വിജയം കൈവരിച്ച ഉയർന്ന സ്ഥാനത്തിരിക്കാൻ ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നു. അടുത്തതാണ് രക്ഷയുടെ സൗന്ദര്യം. സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും ഓരോ പുരുഷന്മാരും ആഗ്രഹിക്കുന്നു. പ്രണയം എന്നതുപോലും ഒരു വലിയ സാഹസികതയാണെന്ന് എൽഡ്രിഡ്ജ് പറയുന്നു. ചില പ്രണയകഥകൾ എടുക്കുകയാണെങ്കിൽ തന്റെ സ്വന്തം പ്രണയിനിയെ രക്ഷപ്പെടുത്തിയ പ്രണയകാമുകന്മാരായിരിക്കും എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. എൽഡ്രിഡ്ജ് അദ്ദേഹത്തിന്റെ സ്വന്തം പ്രണയകഥയാണ് ഇവിടെ വിവരിക്കുന്നത്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പ്രണയം. ഒരു നാടക ക്ലാസ്സിൽ വച്ചാണ് അദ്ദേഹത്തിന്റെ പ്രണയിനിയെ കണ്ടെത്തുന്നത്. അവളുടെ സൗന്ദര്യത്തിൽ അദ്ദേഹം മയങ്ങിപ്പോയി. ഒരു വളർത്തു നായക്കുട്ടിയെപ്പോലെ അദ്ദേഹം അവളുടെ പിറകെ നടന്നു. നാടക ക്ലാസ്സിലെ റിഹേഴ്സൽ കഴിയുന്നതുവരെ അവളെ കാത്ത് ക്ലാസ്സിന് പുറത്ത് നിൽക്കുമായിരുന്നു. അവളുടെ പുസ്തകം കുട്ടികൾ അലമാരയിൽ കൊണ്ടുവയ്ക്കാൻ സഹായിച്ചിരുന്നു. ക്ലാസ്സിലെ പാഠങ്ങൾ പരസ്പരം കൈമാറി. എല്ലാ രാത്രികളിലും ഫോണിലൂടെ സംസാരിച്ചിരുന്നു. ആ പെൺകുട്ടിയെ കാണുന്നതുവരെ അദ്ദേഹം പെൺകുട്ടികളെ അവഗണിച്ചിരുന്നു. ഒരു ആൺകുട്ടിയുടെ ആദ്യ പ്രണയമെന്നത് അയാൾക്കൊരിക്കലും മറക്കാനാകാത്ത ഒന്നാണ്. കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രണയം ശരിക്കും വോക്കൗട്ടായി തുടങ്ങി. ലോകം മുഴുവനും കീഴടക്കിയ ഒരു ഭാവമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഒരു പുരുഷന് പ്രചോദനം നൽകുവാൻ ഒരു സ്ത്രീയോളം ആർക്കും കഴിയില്ല. ഒരു ഭീകര ജന്തുവിനെ കൊല്ലാൻ പോലുമുള്ള ധൈര്യം പുരുഷന്മാർക്ക് സ്ത്രീകളിൽ നിന്നും ലഭിക്കുന്നു. ഏത് പ്രതിസന്ധികളെയും നേരിടുവാൻ പ്രാപ്തനാക്കുന്നു. എൽഡ്രിഡ്ജിന്റെ മകന്റെ ജീവിതത്തിലെ മറ്റൊരു ഉദാഹരണം എന്താണെന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ മകൻ ബേസ്ബോൾ കളിക്കുവാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. മിക്ക കുട്ടികൾക്കും കളിക്കാൻ പ്രയാസമുള്ള ഒന്നാണ് ബേസ്ബോൾ. അദ്ദേഹത്തിന്റെ മകൻ ഓരോ പ്രാവശ്യവും എടുത്തെറിയുവാനായി തുടങ്ങുമ്പോഴും അത് പൂർണ്ണമായും ചെയ്യാറില്ല. ഒരു ദിവസം ഉച്ചസമയം അദ്ദേഹത്തിന്റെ മകൻ കൂട്ടുകാരോടൊത്ത് കളിക്കുമ്പോൾ ഒരു പെൺകുട്ടി ദൂരെ നിന്ന് വരികയും അവനെ നോക്കുകയും അവന്റെ പേര് വിളിച്ചു പറയുകയും ചെയ്തു. പക്ഷേ അവൻ അവളെ കണ്ടതായി ഭാവിച്ചില്ല. പക്ഷേ നന്നായി കളിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മകൻ നന്നായി കളിച്ചതിലുള്ള ഒരൊറ്റ കാരണം ആ പെൺകുട്ടിയാണ്. പുരുഷന്മാർ എപ്പോഴും സൗന്ദര്യ ആരാധകരാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യുദ്ധത്തിന് പോകുന്ന പട്ടാളക്കാർ തങ്ങളുടെ ഭാര്യമാരുടെ ചിത്രം പേഴ്സിൽ കരുതും. അവരുടെ ചിത്രങ്ങൾ വരയ്ക്കും. ചില സിനിമകൾ എടുത്തു നോക്കുകയാണെങ്കിൽ കൂടി അതിലെ നായകന്മാർ ഫൈറ്റ് ഉണ്ടാക്കുന്നത് തന്നെ തന്റെ പെണ്ണിനു വേണ്ടിയാണ്. ഒരു പുരുഷൻ സ്നേഹിക്കുന്നത് തന്റെ പ്രണയിനിയെ മാത്രമല്ല. ബൈബിൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ മക്കൾക്കായും സഹോദരന്മാർക്കായും ഭാര്യമാർക്കായും ഭവനത്തിനായും നിങ്ങൾ യുദ്ധം ചെയ്യുക എന്നാണ്. എന്തുകൊണ്ടാണ് ദൈവം ആദമിനെ സൃഷ്ടിച്ചത്? എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ മനുഷ്യൻ? ഉറപ്പായും ദൈവം മനുഷ്യനെ മണ്ണിലേക്ക് അയച്ചതിന് പിന്നിൽ ചില ദൗത്യങ്ങളുണ്ട്, ചില ലക്ഷ്യങ്ങളുണ്ട്. ഒരു കടൽനായ വെള്ളത്തെ സ്നേഹിക്കുന്നു. സിംഹം വേട്ടയാടാൻ ഇഷ്ടപ്പെടുന്നു. ഒരു പരുന്ത് ഉയർന്നു പറക്കുവാൻ ഇഷ്ടപ്പെടുന്നു. അവരെയൊക്കെ ദൈവം സൃഷ്ടിച്ചത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാനാണ്. മനുഷ്യരുടെ രൂപകൽപ്പനയും അതുപോലെ തന്നെ. ആദമിനും ആദമിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ എല്ലാ പുത്രന്മാർക്കും അവിശ്വസനീയമായ ഒരു ദൗത്യം ദൈവം നൽകിയിരിക്കുന്നുവെന്നാണ് ബൈബിളിൽ പറയുന്നത്. വാഴുകയും കീഴടക്കുകയും ചെയ്യുക. സന്താനപുഷ്ടിയുള്ളവരായി പെരുക്കുക. ഇതാ മുഴുവൻ ഭൂമിയും. ഇങ്ങനെയാണ് ദൈവം ആദത്തിനോട് പറഞ്ഞത്. ദൈവം നൽകിയ ഈ ഭൂമിയെ സംരക്ഷിക്കുക, വളർത്തുക, പരിപാലിക്കുക.
പക്ഷേ മനുഷ്യൻ അത് പാലിച്ചില്ല. പകരം മനോഹരമായ ഈ ഭൂമിയെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യന് ജന്മം നൽകിയ, അവൻ പാർക്കുന്ന ഈ ഭൂമി ദൈവം കനിഞ്ഞേകിയ മഹത്തായ ഒരു അനുഗ്രഹമാണ്. ഭൂമി എന്ന് പറയുമ്പോൾ അതിലെ ആന്തരിക വസ്തുക്കൾ, സസ്യങ്ങൾ, വൃക്ഷങ്ങൾ, വിവിധതരം പ്രാണികൾ, പക്ഷികൾ, മൃഗങ്ങൾ, കുന്നുകൾ, മലകൾ, ജലം, നദികൾ, സമുദ്രങ്ങൾ, വായു എല്ലാം ഉൾപ്പെടുന്നു. ഈ ഭൂമിയും അതിലെ വസ്തുക്കളും നിങ്ങൾക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞ് സൃഷ്ടാവ് മനുഷ്യനെ ഉണർത്തുന്നു. ദൈവത്തിന്റെ സൃഷ്ടി വൈഭവത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് മനോഹരമായ ഈ ഭൂമിയും അതിലെ എണ്ണിയാലൊടുങ്ങാത്ത വസ്തുക്കളും. ഈ ഭൂമിയിലെ വായു ശ്വസിച്ചും ജലം ഉപയോഗിച്ചും ഇവിടെ കൃഷി ചെയ്തും പഴങ്ങളും ഉൽപ്പന്നങ്ങളും തിന്നും ദൈവത്തിനു വേണ്ടി നന്ദി കാണിച്ചും ആജ്ഞകൾ അനുസരിച്ചും ജീവിക്കുകയാണ് മനുഷ്യന്റെ കടമ. എന്നാൽ മനുഷ്യൻ അവന്റെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിലെ ജലം, കുന്നുകൾ, മലകൾ, വനങ്ങൾ, വൃക്ഷങ്ങൾ, ജീവികൾ എന്നിവയെ തെറ്റായി കൈകാര്യം ചെയ്യുക വഴി വമ്പിച്ച നാശത്തിലേക്കാണ് ഭൂലോകത്തെ നയിക്കുന്നത്. വെള്ളപ്പൊക്കം, മലയിടിച്ചിൽ, ഉരുൾപൊട്ടൽ, അത്യുഷ്ണം തുടങ്ങിയ പ്രകൃതി മാറ്റങ്ങൾക്കെല്ലാം ഒരളവോളം കാരണം മനുഷ്യന്റെ തന്നെ ദുഷ്കർമ്മങ്ങളാണ്. ദൈവം മനുഷ്യർക്ക് നൽകിയ മറ്റൊരു വലിയ അനുഗ്രഹമാണല്ലോ വെള്ളം. ഒരു തുള്ളി ശുദ്ധജലത്തിന് എത്ര വിലയാണ്! കിണറുകളും കുളങ്ങളും തോടുകളും പുഴകളും സമുദ്രങ്ങളും എല്ലാം മലിനമാകാതെ സൂക്ഷിക്കുവാൻ മനുഷ്യൻ ബാധ്യസ്ഥനാണ്. മനുഷ്യൻ മണ്ണിനെയും വെള്ളത്തെയും വായുവിനെയും പ്രകൃതിയെയും തന്നെയും മറികടന്ന് തന്റെ സൗകര്യങ്ങളും താൽപ്പര്യങ്ങളും മാത്രം പരിഗണിച്ച് പ്രവർത്തിക്കുമ്പോൾ എന്തെല്ലാം അനർത്ഥങ്ങളാണ് അത് സൃഷ്ടിക്കുന്നത്! നിങ്ങൾ നിങ്ങളെ തന്നെ നാശത്തിലേക്ക് തള്ളി നീക്കരുത്. ഈ ഭൂമിയിൽ നിന്നാണ് മനുഷ്യൻ വന്നത്. ഇവിടെയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായ വായുവും വെള്ളവും ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളും എല്ലാം ഭൂമിയാണ് തരുന്നത്. ജീവിതം അവസാനിച്ചാൽ തിരിച്ചു പോകുന്നത് ഈ ഭൂമിക്കുള്ളിലേക്ക് തന്നെയാണ്. ഇങ്ങനെയുള്ള ഈ ഭൂമിയെ മനുഷ്യൻ എത്രമാത്രം സ്നേഹിക്കണം, ആദരിക്കണം! ഇങ്ങനെ മനോഹരമായ പ്രകൃതി നശിപ്പിച്ച് മറ്റൊന്നായി മാറ്റുന്നത് എന്തൊരു നന്ദികേടാണ്! പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽപ്പെട്ട് ലോകം ഇന്ന് നട്ടം തിരിയുകയാണ്. മനുഷ്യന്റെ വിവിധ സാഹചര്യങ്ങളിലുള്ള വികസനം അല്ലെങ്കിൽ മാനവ പുരോഗതി എന്ന സമവാക്യമാണ് ഇതിന് കാരണം. തന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്കുപരി ആർഭാടങ്ങളിലേക്ക് മനുഷ്യൻ ശ്രദ്ധ തിരിക്കുമ്പോഴുണ്ടാകുന്ന അമിത ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുവാനാണ് മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യുവാൻ ആരംഭിച്ചത്. ചൂഷണം ഒരർത്ഥത്തിൽ മോഷണം തന്നെയാണ്. വൻതോതിലുള്ള ഉൽപ്പാദനത്തിന് വൻതോതിലുള്ള പ്രകൃതി ചൂഷണം അനിവാര്യമായി. ഇതിന്റെ ഫലമായി ഗുരുതര പ്രതിസന്ധികളിലേക്ക് പരിസ്ഥിതി അധപതിച്ചു. ലോകം നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ. എല്ലാ രാജ്യത്തും വളരെ ഗൗരവപൂർണമായി പരിസ്ഥിതി പ്രശ്നങ്ങൾ പഠിക്കുകയും അതിന്റെ വിപത്തുകൾ കുറയ്ക്കുവാനുള്ള വഴികൾ കണ്ടെത്തുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിക്കൊണ്ട് നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പ്രതിദിനം വർദ്ധിക്കുന്നു. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു രാജ്യത്തിന്റെയും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സമഗ്രമായി പഠിക്കുകയും പ്രശ്നപരിഹാര മാർഗങ്ങൾ കണ്ടെത്തുകയും എന്നത് നമ്മുടെ സാമൂഹിക ധാർമ്മിക ഉത്തരവാദിത്തമാണ്. നമ്മുടെ സൃഷ്ടാവ് ദാനം തന്നതല്ല ഈ ഭൂമി, മറിച്ച് നമ്മുടെ ഇളം തലമുറയിൽ നിന്ന് കടം വാങ്ങിയതാണ് എന്ന ബോധത്തോടെ വേണം ഇവിടെ ജീവിക്കുവാൻ. എല്ലാവർക്കും ആവശ്യമുള്ളതെന്തും ഈ പ്രകൃതിയിലുണ്ട്. അത്യാഗ്രഹത്തിന് വേണ്ടിയായിട്ടില്ല. പരിസ്ഥിതിയുമായുള്ള സന്തുലന സമ്പർക്കം ഒരു വ്യക്തിയുടെ മാത്രം ആവശ്യമല്ല, മനുഷ്യന്റെ കടമയാണ്. പരിസ്ഥിതിക്ക് വിനാശം വരുത്തുന്ന പ്രവർത്തനങ്ങൾ, ജീവിത രീതി എന്നിവ നമുക്ക് വേണ്ട എന്ന സ്വയം തിരിച്ചറിവുണ്ടാകാത്തിടത്തോളം കാലം ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സാധ്യമല്ല. ശരിക്കും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം അമ്മയും മക്കളും പോലെയാണ്. ഇന്നത്തെ ജീവിതത്തിൽ നാം കണ്ടുവരുന്നത് അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധത്തിലെ വിള്ളലുകളാണ്. അതുപോലെ തന്നെയാണ് മനുഷ്യനും പ്രകൃതിയും. നാം പ്രകൃതിയിൽ നിന്നും വളരെ അകന്നു കഴിഞ്ഞിരിക്കുന്നു. പണ്ട് നമ്മുടെ പൂർവികർ ജീവിച്ചു വന്ന സാഹചര്യത്തിൽ നിന്നും നാം ഏറെ മുൻപന്തിയിൽ എത്തിയിരിക്കുന്നുവെന്ന് നാം ചിന്തിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ നാം ജീവിക്കുന്നതല്ല ജീവിതം എന്നുള്ളത് മനസ്സിലാക്കുക തന്നെ വേണം. നമ്മുടെ പൂർവികർ അവർ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചു. അതിന്റെ തണലാണ് മനുഷ്യനിപ്പോൾ ചൂടിക്കൊണ്ടിരിക്കുന്നത്. ആധുനിക കാലഘട്ടത്തിൽ ടെക്നോളജി വളർന്നു. എന്നാൽ ഇതിനൊപ്പം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അകന്നിരിക്കുന്നു. നഗരവൽക്കരണം, വനനശീകരണം പോലുള്ള നമ്മുടെ വികൃതികൾ പ്രകൃതിയെ ഒരുപാട് മുറിവുകൾ ഏൽപ്പിച്ചിരിക്കുന്നു. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതുവരെയുള്ള ജീവിതത്തിൽ നാം എന്ത് നേടി? ആഴത്തിലൊന്ന് ചിന്തിച്ചു നോക്കിയാൽ പോലും നമുക്കൊരു വ്യക്തമായ ചിത്രം കിട്ടില്ല. നാം ജീവിക്കുന്ന പ്രകൃതിക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടി നാം എന്ത് ചെയ്തു? ഒരു പരിസ്ഥിതി ദിനത്തിൽ കുറച്ച് ചെടികൾ നട്ടതുകൊണ്ടായില്ല. അവയെ പരിപാലിക്കണം. കൂടാതെ നാം വസിക്കുന്ന പരിസ്ഥിതിയുടെ ആരോഗ്യം സംരക്ഷിക്കുക തന്നെ വേണം. നമ്മുടെ പരിസ്ഥിതിയെ മലിനമാക്കുന്നത് മറ്റാരുമല്ല, നാം ഓരോരുത്തരും തന്നെയാണ്. ദിനംപ്രതി മാലിന്യം കൊണ്ടു കളയുവാൻ സ്ഥലമില്ല എന്നുള്ളത് ഒരു അരക്ഷിതാവസ്ഥയായി ചിന്തിക്കരുത്. ഈ ഒരു പ്രശ്നപരിഹാരം നാം കണ്ടിരിക്കണം. കാരണം വരും കാലങ്ങളിൽ ഈ മാലിന്യങ്ങൾ നമ്മുടെ തന്നെ വിനാശത്തിന് കാരണമാകും. പ്രകൃതിയെ സ്നേഹിക്കുക. നമ്മുടെ അമ്മയെപ്പോലെ സ്നേഹിക്കുക.
ഇവിടെ അമ്മയെപ്പോലെ എന്ന പദത്തിന് 1000 അർത്ഥതലങ്ങളുണ്ട്. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലില്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുക തന്നെ വേണം. നല്ലൊരു നാളേക്കായി, ഭാവി തലമുറയ്ക്കായി തണലാകുന്ന പ്രകൃതിയെ നാം സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. അടുത്തതായി, ഒരു സമൂഹത്തിൽ ആൺകുട്ടികൾ ഏത് രീതിയിലാണ് വളർന്നു വരേണ്ടത് എന്ന് നോക്കാം. കുട്ടിക്കാലം മുതൽ അവരുടെ വിദ്യാഭ്യാസത്തിനും മറ്റ് ആക്ടിവിറ്റീസിലും അറിവും പരിജ്ഞാനവും പഠന നൈപുണ്യവുമെല്ലാം അവർക്ക് നേടിക്കൊടുക്കുന്നതിന്റെ ആവശ്യകതയെപ്പറ്റി എല്ലാ മാതാപിതാക്കളും ബോധവാന്മാരാണ്. എന്നാൽ സാമൂഹികമായ പല മൂല്യങ്ങളും അവരെ പഠിപ്പിക്കുവാൻ പലപ്പോഴും മറന്നുപോകുന്നു. അതിലൊന്നാണ് സ്ത്രീകളെ വേണ്ട വിധം ബഹുമാനിക്കുക. സമീപകാലത്ത് പലയിടത്തും ഒരുപാട് ഗുരുതരമായ സംഭവങ്ങൾ സ്ത്രീകളെ ബഹുമാനിക്കാത്തതിന്റെ പേരിൽ നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. സ്ത്രീകൾക്കെതിരായി നടക്കുന്ന അതിക്രമങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചു വരികയുമാണ്. ഇന്നത്തെ ആൺതലമുറ ആദ്യം പഠിക്കേണ്ടതും ഇതുതന്നെയാണ്. ഇത് എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒന്നല്ല. എന്നെക്കൊണ്ട് എന്ത് ചെയ്യാനാകും എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. ഓരോ ആൺകുട്ടിയുടെയും രക്ഷകർത്താവ് എന്ന നിലയിൽ ഓരോരുത്തർക്കും ഇക്കാര്യത്തിൽ വളരെ വലിയ പങ്കുണ്ടെന്ന് പറഞ്ഞാൽ ആർക്കും നിഷേധിക്കുവാനും സാധിക്കില്ല. ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോടുള്ള അനാദരവും ബഹുമാനക്കുറവുമെല്ലാം ആരംഭിക്കുന്നത് അവരുടെ കുട്ടിക്കാലങ്ങളിൽ നിന്നാണ്. ഓരോ കുട്ടികളും തന്റെ ചെറുപ്രായത്തിൽ സ്ത്രീകളോട് കാണിക്കുന്ന പല അവഗണനകളും പെരുമാറ്റ വ്യത്യാസങ്ങളുമെല്ലാം പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്. ഈ പെരുമാറ്റങ്ങളിൽ കളിയാക്കൽ, തരംതാഴ്ത്തൽ, വാക്കുകൾ കൊണ്ടുള്ള ഭീഷണിപ്പെടുത്തൽ, ശാരീരിക ഉപദ്രവം എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. ചെറുപ്പം മുതൽക്കേ തന്നെ എല്ലാ ലിംഗഭേദങ്ങളോടും ഒരുപോലെ മാന്യമായ രീതിയിൽ പെരുമാറുവാൻ കുട്ടികളെ പ്രേരിപ്പിച്ചുകൊണ്ട് ഇതിനെ തകർത്തെറിയുവാൻ സാധിക്കണം. ലിംഗവ്യത്യാസമന്യേ സ്ത്രീയോ പുരുഷനോ എന്ന് കണക്കാക്കാതെ ഈ ലോകത്തുള്ള എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ നൽകേണ്ട ഒന്നാണ് ബഹുമാനം. കുട്ടികൾ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ ഈ ഒരു നിലപാട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. ഇതുവഴി അനാദരവ്, ബഹുമാനം തുടങ്ങിയ മൂല്യങ്ങൾ അച്ഛനും അമ്മയ്ക്കും കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കും. ഇതിനായി ആദ്യം വേണ്ടത് കുടുംബത്തിൽ അമ്മയും മകനും തമ്മിലുള്ള ശക്തമായ സ്നേഹബന്ധമാണ്. അമ്മമാർ തന്നെയാണ് ഒരു സ്ത്രീയുടെ മഹത്വം തന്റെ ആൺമക്കൾക്ക് പറഞ്ഞുകൊടുത്ത് അതേക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കേണ്ടതും. എല്ലാ കുട്ടികളും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ അനുകരണശേഷിയുള്ളവരാണെന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ചെറുപ്രായത്തിൽ കണ്ടുപഠിക്കുന്ന കാര്യങ്ങളുമായി അവർ പെട്ടെന്ന് യോജിച്ചു ചേരുന്നു. സ്ത്രീകളെ ബഹുമാനിക്കുന്ന വിശിഷ്ട വ്യക്തികളെ മാതാപിതാക്കൾ അവരുടെ മകന് കാണിച്ചു കൊടുക്കുക. അതുവഴി അവനും സ്ത്രീകളെ മികച്ച രീതിയിൽ ബഹുമാനിക്കുവാനുള്ള ഉൾപ്രേരണകൾ ഉണ്ടാകും. അതുകൂടാതെ പിതാക്കന്മാർ, മുത്തശ്ശന്മാർ, അധ്യാപകർ, പരിശീലകർ, പുരോഹിതന്മാർ, മറ്റു പുരുഷ നേതാക്കൾ, അധികാരമുള്ള വ്യക്തികൾ എന്നിവരെല്ലാം സ്ത്രീകളെ ബഹുമാനിക്കുന്ന പുരുഷന്മാരുടെ ഉത്തമ ഉദാഹരണങ്ങളായിരിക്കുകയും വേണം. നിങ്ങളോടല്ലെങ്കിൽ മറ്റ് സ്ത്രീകളോട് അനാദരവ് കാണിക്കുന്ന ഒരു പുരുഷനെ നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ അവരുടെ തെറ്റായ പെരുമാറ്റത്തെക്കുറിച്ച് മാതാപിതാക്കൾ അവരുടെ മകന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും വേണം. ആൺകുട്ടികൾക്ക് അവരുടെ വികാരങ്ങളെ പരസ്യമായി പ്രകടിപ്പിക്കുവാനുള്ള അവസരം കൊടുക്കുക. അതിൽ തെറ്റുകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് അവരെ തിരുത്തുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അവർക്കുണ്ടാകുന്ന നെഗറ്റീവ് ചിന്തകളായ ഉത്കണ്ഠ, നിരാശ എന്നിവ പരിഹരിക്കുവാൻ മാതാപിതാക്കൾ അവരോടൊപ്പം എല്ലായ്പ്പോഴും കൂടെ ഉണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തുക. സ്ത്രീകളെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളെപ്പറ്റിയും അവരോട് സംസാരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. മാത്രമല്ല അത് ആൺകുട്ടികളിൽ സ്ത്രീകളോട് കൂടുതൽ അനുകമ്പയും ബഹുമാനവും ഉണ്ടാക്കുവാൻ സഹായിക്കുകയും ചെയ്യും. ഇത് ഓർത്തിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അവരെ പരമ്പരാഗതമായ ആശയങ്ങളും രീതികളും പിന്തുടരുന്ന ഒരു തലത്തിലേക്ക് ഒരിക്കലും നയിക്കരുത്. ആദിമ മനുഷ്യനായ ആദമിന്റെ പതനത്തിന്റെ കഥ ഓരോ മനുഷ്യന്റെയും കഥയാണ്. ദൈവത്തിന്റെ കൽപ്പനകൾ ആദം അനുസരിച്ചില്ല. അതിനാലാണ് ആദം ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടത്. പാപം ചെയ്ത ആദ്യത്തെ വ്യക്തിയായി ആദം. അങ്ങനെ ആദത്തിന്റെ ഹൃദയത്തിൽ ഒരു മുറിവുണ്ടായി. എന്നിട്ടും ആദം ഈ ഭൂമിയിൽ ജീവിച്ചു. മക്കളും മക്കളുടെ മക്കളും സൃഷ്ടിക്കപ്പെട്ടു. ആദത്തിനുണ്ടായതുപോലെയുള്ള മുറിവ് ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ സംഭവിച്ചേക്കാം. കാരണങ്ങൾ ചിലപ്പോൾ പലതാകാം. ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ വെവ്വേറെയാണ്. ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലുണ്ടാകുന്ന മുറിവ് സ്വന്തം കാരണത്താലും അല്ലെങ്കിൽ മറ്റുള്ളവർ മുഖേനയും ഉണ്ടാകുന്നു. ചിലപ്പോൾ ആ മുറിവ് മനുഷ്യനെ ഒരു ദുർബലനാക്കിയേക്കാം. എന്നാൽ ചിലപ്പോൾ ആ മുറിവ് മനുഷ്യനെ കൂടുതൽ ശക്തിപ്പെടുത്തിയേക്കാം. ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് ഇവിടെ നാം നൽകേണ്ടത്. ഒരു അച്ഛനും മകനും തമ്മിലുള്ള ബന്ധവും അമ്മയും മകനും തമ്മിലുള്ള ബന്ധവും വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എൽഡ്രിഡ്ജിന്റെ കാഴ്ചപ്പാടിൽ അതെങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് നോക്കാം. ഒരച്ഛനും മകനും തമ്മിലുള്ള ബന്ധം എങ്ങനെയെന്ന് അറിയണമെങ്കിൽ ഒരാൺകുട്ടിയുടെ ജീവിതയാത്ര എങ്ങനെയെന്ന് പരിശോധിക്കണം. ഒരാൺകുട്ടി ജനിക്കുമ്പോൾ മുതൽ അവന്റെ കൂടുതൽ കാര്യങ്ങളും അവൻ മനസ്സിലാക്കുന്നത് തന്റെ പിതാവിന്റെ അടുക്കൽ നിന്നായിരിക്കും. മറ്റാൺകുട്ടികളിൽ നിന്നും സ്ത്രീകളിൽ നിന്നുമല്ല അത് തുടങ്ങുന്നത്.
ഒരു ആൺകുട്ടിയുടെ ഹൃദയത്തിന് അടിത്തറയിടുന്നത് അവന്റെ പിതാവാണ്. ആവശ്യമായ അറിവും അവന്റെ ശക്തിയിലുള്ള ആത്മവിശ്വാസവും അവനിലേക്ക് കൈമാറുന്നതും പിതാവാണ്. ഒരു ആൺകുട്ടിയുടെ ജീവിതത്തിലെ ആദ്യത്തെ മനുഷ്യൻ അവന്റെ അച്ഛനായിരിക്കും. ചിലപ്പോൾ അച്ഛൻ അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യനായിരിക്കും. അവന് പേര് നൽകുന്നത് അച്ഛനായിരിക്കും. അവന്റെ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരമുള്ളത് അവന്റെ അച്ഛന്റെ അടുക്കൽ നിന്നായിരിക്കും. ആദമിന് പേര് ലഭിച്ചത് അവന്റെ പിതാവായ ദൈവത്തിൽ നിന്നാണ്. കൂടാതെ പേരിടാനുള്ള ശക്തിയും ആദമിന് ലഭിച്ചു. ആദം തന്റെ മക്കൾക്കും പേരിട്ടു. എൽഡ്രഡ്ജ് തന്റെ പിതാവിനെപ്പറ്റിയും വിശദീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ പിതാവിനുള്ളിലെ പുരുഷശക്തിയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം സംരക്ഷിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്തത്. അദ്ദേഹത്തിന്റെ അച്ഛൻ പല കാര്യങ്ങളിലും നല്ല മനുഷ്യനായിരുന്നു. ഓരോ പുതിയ സ്ഥലങ്ങളും അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തി. മീൻ പിടിക്കുവാനും ക്യാമ്പ് ചെയ്യുവാനും പഠിപ്പിച്ചു. കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്യുവാൻ പഠിപ്പിച്ചു. വേനൽക്കാലത്ത് പല രാജ്യങ്ങളും ഒരുമിച്ച് സന്ദർശിച്ചു. പക്ഷേ ജീവിതം വിചാരിച്ചതുപോലെ ആയില്ല. അദ്ദേഹത്തിന്റെ അച്ഛൻ മദ്യപാനത്തിന് അടിമപ്പെട്ടു. ജീവിതം കീഴ്മേൽ മറിഞ്ഞു. അദ്ദേഹത്തിന് ഏകദേശം 12 വയസ്സായിരുന്നു അന്ന് പ്രായം. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വളരെ നിർണായകമായ സമയമായിരുന്നു അത്. ജീവിതത്തിൽ അച്ഛൻ വീണപ്പോൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട ചുമതല എൽഡ്രിച്ചിനായിരുന്നു. ആത്മവിശ്വാസവും ആത്മധൈര്യവും ഉണ്ടെങ്കിൽ ഏത് സാഹചര്യങ്ങളെയും നേരിടുവാൻ ഒരു ആൺകുട്ടിക്ക് കഴിയും. ഒരച്ഛൻ എപ്പോഴും തന്റെ കുട്ടിയുടെ മുന്നിൽ ഒരു മികച്ച മാതൃകയായിരിക്കണം. അച്ഛന്റെ പെരുമാറ്റത്തിനനുസരിച്ചാകും പലപ്പോഴും കുട്ടികളുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത്. അതുകൊണ്ട് അച്ഛൻ എക്കാലത്തും മകൻ ഒരു നല്ല മാതൃകയായിരിക്കണം. കുട്ടി ജനിച്ച നിമിഷം മുതൽ പിതാവിന്റെ പങ്കാളിത്തം വളരെ പ്രധാനമാണ്. വാസ്തവത്തിൽ ഈ നിരന്തരമായ സാന്നിധ്യം ഒരാൺകുട്ടി ശ്രദ്ധിക്കും. കാരണം തന്റെ അച്ഛനിൽ വിശ്വാസം അനുഭവപ്പെടണം. അച്ഛന്റെ സ്വാധീനം കുട്ടികളുടെ ചിന്താശക്തിയിലും സാമൂഹിക വൈകാരിക വളർച്ചയ്ക്കും വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്നത്തെ ലോകത്തിൽ കുട്ടികൾക്ക് വളരുവാനും തളരുവാനുമുള്ള മാർഗങ്ങളും ചതിക്കുഴികളും ധാരാളമാണ്. ഈ ലോകത്തെ നേരായ രീതിയിൽ നോക്കിക്കാണുവാൻ വഴികാട്ടുന്ന വ്യക്തിയായിരിക്കണം ഒരു ആൺകുട്ടിയുടെ അച്ഛൻ. ആൺകുട്ടികൾ അച്ഛനെയാണ് അനുകരിക്കുന്നത്. മിക്ക ആൺകുട്ടികളും തങ്ങളുടെ അച്ഛൻ സമൂഹത്തോട് എങ്ങനെ ഇടപഴകുന്നുവെന്ന് നോക്കിയാണ് അവരുടെ പ്രവൃത്തികൾ രൂപപ്പെടുത്തുന്നത്. ഏകദേശം 5 വയസ്സുവരെ ആൺകുട്ടികൾക്ക് ഹീറോ അവരുടെ അച്ഛനാണ്. ആൺകുട്ടികളെ ചെറിയ ചെറിയ വെല്ലുവിളികൾ ഏറ്റെടുക്കുവാൻ പ്രേരിപ്പിക്കണം. സാമൂഹിക മൂല്യങ്ങൾ ഒരു ആൺകുട്ടി പഠിക്കുന്നത് തന്റെ അച്ഛനിൽ നിന്നാണ്. ഒരാൺകുട്ടിയുടെ ജീവിതത്തിലെ ആദ്യത്തെ കോച്ച് അവന്റെ അച്ഛനാണ്. എത്ര പ്രായമായാലും അച്ഛൻ പകർന്നു നൽകുന്ന ആദ്യ അനുഭവങ്ങൾ, അത് സൈക്കിൾ ചവിട്ടുന്നതോ ക്രിക്കറ്റ്, ഫുട്ബോൾ എന്തുമാകട്ടെ, ഒരിക്കലും മനസ്സിൽ നിന്ന് അത് മായുകയില്ല. ഒരാൺകുട്ടിയുടെ ഓരോ പ്രവർത്തനങ്ങളിലും അവർ മുന്നേറാനായി വെല്ലുവിളിക്കുന്ന ഓരോ വീഴ്ചയിൽ നിന്നും സ്വയം ഉയരുവാൻ ആത്മവിശ്വാസം നൽകുന്ന അച്ഛനെയാണ് അവർക്ക് ആവശ്യം. അടുത്തതായി ഒരു അമ്മയും മകനും തമ്മിലുള്ള ബന്ധം എങ്ങനെയെന്ന് എൽഡ്രിച്ച് വിശദീകരിക്കുന്നു. ഒരു ആൺകുട്ടിയെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നത് അവന്റെ അമ്മയാണ്. ആ അമ്മ അവന്റെ ആശാകേന്ദ്രമാണ്. അമ്മ മകനെ മുലയൂട്ടുന്നു, വളർത്തുന്നു, അവനെ സംരക്ഷിക്കുന്നു, അവനെ പാട്ടുകൾ പാടി ഉറക്കുന്നു, വായിക്കാൻ പഠിപ്പിക്കുന്നു, എഴുതുവാൻ പഠിപ്പിക്കുന്നു, അവനെ സദാസമയവും നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. മാതാവ് എപ്പോഴും അമ്മക്കോഴിയെ പോലെയാണ് എന്നുള്ളൊരു പഴയ പഴഞ്ചൊല്ലാണ് ഇവിടെ ഓർമ്മ വരുന്നത്. അമ്മയ്ക്ക് തന്റെ മകൻ എപ്പോഴും ഒരു ചെറിയ കുട്ടിയാണ്. ആൺകുട്ടികൾക്ക് എപ്പോഴും ഏതു പ്രശ്നങ്ങൾക്കും ആശ്വാസമാകുന്നത് അവന്റെ അമ്മയാണ്. പക്ഷേ സാഹസികതയ്ക്കായി അച്ഛനിലേക്ക് തിരിയുകയും ചെയ്യും. ഉദാഹരണത്തിന്, നിങ്ങളുടെ വീട്ടിൽ ഒരു കാർ വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടായി എന്നിരിക്കട്ടെ. നിങ്ങൾ ആദ്യമായി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കാർ ആയതുകൊണ്ട് തന്നെ പലതരത്തിലും മോഡലിലും പല ഫീച്ചറുകളിലുമുള്ള കാറുകളെപ്പറ്റി നിങ്ങൾ സംസാരിക്കും. പക്ഷേ നിങ്ങളുടെ അമ്മയോടൊന്ന് ചോദിച്ചു നോക്കൂ, എന്ത് തരം കാറാണ് വാങ്ങേണ്ടതെന്ന്. ഉറപ്പായും അവർ പറയും, സുരക്ഷിതമായ ഒന്ന്. അതാണമ്മ. അവർക്ക് അങ്ങനെ പറയാൻ സാധിക്കൂ. അച്ഛനും ആൺകുട്ടികളും ഓരോ കാര്യങ്ങൾക്കും തിരക്ക് കൂട്ടുമ്പോൾ അമ്മ എപ്പോഴും ശാന്തത പാലിക്കും. ശരിക്കും ദൈവത്തിന്റെ അവതാരമാണമ്മ. സ്നേഹമെന്ന വികാരം ഒരാൺകുട്ടിക്ക് ലഭിക്കുന്നത് അമ്മയിലൂടെയാണ്. അതുപോലെ തന്നെ അമ്മ അനുഭവിക്കുന്ന വിഷാദങ്ങളെല്ലാം ആൺകുട്ടികളിലും എത്തുന്നുണ്ട്. മാതാപിതാക്കളുടെ സ്നേഹവാത്സല്യങ്ങൾ ഒരുപോലെ തന്നെയാണ് കുട്ടികൾക്ക് ലഭിക്കുന്നതെങ്കിലും സ്നേഹവും സംഭാഷണവും കുട്ടികൾ ഏറ്റവും അധികം അനുഭവിക്കുന്നത് അമ്മയിൽ നിന്നാണ്. ഇത് അവരിലെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നു. ആൺകുട്ടികൾക്ക് മുൻപ് പറഞ്ഞതുപോലെ എപ്പോഴും അവരുടെ അച്ഛൻ ഹീറോയാണ്. അച്ഛന്റെ പെരുമാറ്റങ്ങളിൽ നിന്നും അമ്മയേക്കാൾ ഒരുപടി മേലെയാണ് അച്ഛന്റെ സ്ഥാനമെന്നവർ തീരെ ചെറുപ്പത്തിലേ മനസ്സിലാക്കിയെടുക്കുന്നു. എന്താണ് നല്ലതെന്നും ചീത്തയെന്നും കുട്ടികൾ പഠിക്കുന്നത് അച്ഛന്റെ പ്രവൃത്തികളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ശരി കാണിച്ചു കൊടുക്കേണ്ട കടമയും പിതാവിനുണ്ട്. ബുദ്ധി ഉറച്ചു തുടങ്ങുമ്പോൾ തന്നെ സന്മാർഗികപരമായ കാര്യങ്ങളും അടിസ്ഥാന വിവരങ്ങളുമൊക്കെ അച്ഛൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ആൺകുട്ടികളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് പതിയുന്നു. തിരിച്ചൊന്നും മോഹിക്കാതെയാണല്ലോ അമ്മമാർ മക്കളെ സ്നേഹിക്കുന്നത്. അവർക്ക് സ്നേഹം പ്രകടിപ്പിക്കുവാനും അറിയാം. അച്ഛന്റെ സ്നേഹം അല്പം ഗൗരവരൂപത്തിലേക്കായിരിക്കും ആൺമക്കളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛനോട് പേടിയും അച്ഛന്റെ വാക്കുകളെ അനുസരിക്കുവാനുള്ള പ്രവണതയും കുഞ്ഞുങ്ങളിൽ ചെറുപ്പത്തിലേ ഉണ്ടാകും. അച്ഛന്റെ സ്നേഹത്തോടൊപ്പം ശാസനയും ലഭിച്ചിട്ടില്ലാത്ത കുട്ടികൾ വളരുമ്പോൾ അവർ ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവരും ആ ധാരണയിൽ പെരുമാറുന്നവരും
അതിൽ ആനന്ദിക്കുന്നവരുമായിരിക്കും. അത്തരം കുട്ടികളിൽ ക്രൂര സ്വഭാവം കണ്ടേക്കാം. ആൺകുട്ടികളുടെ വളർച്ചാഘട്ടത്തിൽ മാതാപിതാക്കൾ ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നീ ഒരു ആൺകുട്ടിയല്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന ഒരു ബോധം മാതാപിതാക്കളുടെ സംസാരത്തിലൂടെ കുട്ടികളിലേക്ക് എത്തിക്കുവാൻ കഴിയണം. എന്നാൽ നീ ഒരു ആണല്ലേ, അപ്പോൾ എന്തും ചെയ്യാമെന്ന് തോന്നലുണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു ഡയലോഗുകളും കുട്ടികളോട് പറയാതിരിക്കുക. ആൺകുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തികളെ മനസ്സിലാക്കി കൊടുക്കുക. അതിലവർക്ക് താല്പര്യം ജനിപ്പിക്കുക എന്നതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓരോ കാര്യങ്ങളിലും കുട്ടികൾ നേടിയ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. സ്വന്തമായി ഓരോന്നും ചെയ്യാൻ പഠിപ്പിക്കുക. ധൈര്യം പകരുക എന്നതൊക്കെയാണ് ഈ ഘട്ടത്തിൽ മാതാപിതാക്കൾ ചെയ്യേണ്ടത്. എന്റെ മോൻ മരത്തിൽ കയറണ്ട, കാലുരയും, താഴെ വീഴും എന്നൊക്കെ പറഞ്ഞ് കുട്ടികളുടെ താല്പര്യത്തെ പിന്നോട്ട് വലിക്കാതെ അപകടം പറ്റാത്ത വിധത്തിൽ എങ്ങനെ മരത്തിൽ കയറാമെന്നും എന്തെങ്കിലും സംഭവിച്ചാൽ തൊട്ടടുത്ത് അച്ഛനമ്മമാർ ഉണ്ടെന്ന ചിന്തയും ധൈര്യവും കുട്ടികളിലേക്ക് പകർന്നു നൽകണം. ആൺകുട്ടികൾ മുൻപ് പറഞ്ഞതുപോലെ സാഹസികതയ്ക്ക് മുൻഗണന കൊടുക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ കളികളും അങ്ങനെയായിരിക്കും. ആൺകുട്ടികൾക്ക് ഇഷ്ടം തോക്കെടുത്ത് കളിക്കുവാനോ വയലന്റ് ഗെയിം കളിക്കുവാനോ ആണെങ്കിൽ അവരെ തടയണ്ട. അതവരുടെ മേഖലയാണെന്ന തിരിച്ചറിവ് കുട്ടികൾക്കുണ്ടായി തുടങ്ങിയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതിയാകും.